വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് പല വിവാദങ്ങളിലും മുഖ്യമന്ത്രിക്ക് മറുപടി നൽകേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളടക്കം മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ശ്രദ്ധേയമാണ്. VV അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഒരുപാട് കാര്യങ്ങൾ ഈ തുടരുന്ന മൗനത്തിന്റെ ഒരു സാഹചര്യം അത് ഭഞ്ജിക്കണമെങ്കിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. അതിനുമപ്പുറം കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുക, പോവുക എന്നുള്ള മട്ടാണെന്ന് കാത്തിരിക്കാം. എങ്കിൽ പോലും എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു അരുൺ ഈ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന്? മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തും. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. PV അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള പലവിധ ആരോപണങ്ങൾ, അതിലൊക്കെ DGP ഇന്ന് റിപ്പോർട്ട് കൈമാറുന്നുണ്ട് മുഖ്യമന്ത്രിക്ക്. ഇതിനിടെ നാളെ നിയമസഭ ചേരാൻ പോവുകയാണ്. അതിനു മുൻപ് ADGPയെ മാറ്റാൻ സർക്കാർ നീക്കം നടത്തുന്നു എന്നുള്ളതും വിവരങ്ങളാണ്. എന്നാലും CPI കടുംപിടുത്തത്തിൽ തന്നെയാണ്. ADGPയെ മാറ്റണമെന്ന കാര്യത്തിൽ ഒരു തരത്തിലും പിന്നോട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം ഒക്കെ കൂടി ചേർത്ത് തന്നെ ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ ഉൾക്കൊള്ളണം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ഉണ്ടാവും. അല്പസമയത്തിനകം മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. VV അരുൺ നമ്മോടൊപ്പം ചേരും അല്പസമയത്തിനകം. TG സജിത്ത് ഉണ്ട് നമ്മോടൊപ്പം. സജിത്ത്, മുഖ്യമന്ത്രിയിൽ നിന്ന് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം നിർണായകമാണ്. കാരണം മുഖ്യമന്ത്രി നേരത്തെ ഒരു വിവാദങ്ങൾക്ക് മറുപടിയായി രംഗത്തെത്തിയതാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവനയുണ്ടാക്കിയ തുടർ കാര്യങ്ങൾ നിരവധിയുണ്ട്. മുഖ്യമന്ത്രിക്ക് ആദ്യം വിശദീകരിക്കേണ്ടി വരിക PR ഏജൻസി വിവാദമാണ്. കാരണം ഈ ഹിന്ദു ദിനപത്രത്തിൽ വന്ന ലേഖനത്തെ മുഖ്യമന്ത്രി ഒരു പൊതുസമ്മേളനത്തിലൂടെ തള്ളിയിട്ടുണ്ട്, പത്രം അത് തിരുത്തിയിട്ടുണ്ട് എന്ന നിലപാടെടുത്തു. പക്ഷേ അതിനപ്പുറം എന്തിനൊരു PR ഏജൻസി വഴിയാണോ മാധ്യമങ്ങളെ കണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായും മറുപടി പറയേണ്ടി വരും. എന്താണ് ഇതിൽ ഉണ്ടായിരുന്ന ദുരൂഹത, അതിൽ വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രിക്ക് തയ്യാറാവേണ്ടി വരും എന്നൊരു പശ്ചാത്തലമുണ്ട്. അതിനുമപ്പുറം ADGPയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ടായിരിക്കുന്ന വിവാദങ്ങളിൽ എന്ത് നടപടി എന്ന കാര്യത്തിലും മുഖ്യമന്ത്രിക്ക് വ്യക്തത വരുത്തേണ്ടി വരും. നേരത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 30 ദിവസത്തെ അന്വേഷണ പരിധി ഇന്ന് അവസാനിക്കുന്നു എന്ന സാഹചര്യമുണ്ട്. DGPയുടെ റിപ്പോർട്ട് കൈമാറൽ വരുന്നു. ഇതിനിടയിൽ ഇടതുമുന്നണിയിൽ CPMന്റെയും CPIയുടെയും പ്രധാനപ്പെട്ട നേതൃയോഗങ്ങൾ ചേരുന്നു. കടുത്ത നിലപാടിലേക്ക് CPI പോകുന്നു. ഇന്നലെ CPI നേതൃത്വവുമായി CPM നടത്തിയ ഉഭയകക്ഷി ചർച്ച. ഇങ്ങനെ രാഷ്ട്രീയ രംഗത്ത് നിർണായകമാവുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. മന്ത്രിസഭാ യോഗമുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ ഈ റിപ്പോർട്ട് ചർച്ചയായോ, അതിന്മേൽ എന്ത് അന്വേഷണം നടത്തും, പൂരം കലക്കലിൽ തുടരന്വേഷണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ADGPയെ മാറ്റി നിർത്തൽ തീരുമാനം ഉടനെ ഉണ്ടാവില്ലേ തുടങ്ങിയ നിരവധി കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനുണ്ട്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിനോടൊപ്പം രാഷ്ട്രീയം പറയുക കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. PV അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് മറുപടി പറയാൻ, വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രിക്ക് ഇന്ന് തയ്യാറാവേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. VV അരുൺ അടക്കമുള്ള മാധ്യമ സംഘം അവിടെ സജ്ജമായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് കൂടുതൽ സമയം ചെലവഴിച്ച് പതിവിന് വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ മാധ്യമങ്ങളെ കാണുമോ, അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിൽ ഉയരുന്നത്. മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടിയും വരും. മുഖ്യമന്ത്രി വ്യക്തത വരുത്തേണ്ടി വരും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VV അരുൺ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, കൃത്യം 11 മണിക്ക് തന്നെ പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായിട്ടും 11 മണിക്ക് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം ആരംഭിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ മന്ത്രിസഭാ യോഗം ഇന്ന് അല്പം വൈകിയാണ് തുടങ്ങിയതെന്ന വിവരവും ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും ഒരു പക്ഷേ വൈകിയേക്കും. സാധാരണഗതിയിൽ പറഞ്ഞ സമയത്ത് തന്നെ എത്തി വാർത്താ സമ്മേളനം നടത്തുന്ന ആളാണ് മുഖ്യമന്ത്രി, ആ ശീലമുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ 11 മണിക്ക് വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കാം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ ബന്ധപ്പെട്ട ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് സർക്കാർ നേരത്തെ തള്ളിയിരുന്നു. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ റവന്യൂ മന്ത്രി K രാജൻ വിഷയം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ആഭ്യന്തര സെക്രട്ടറി ആ റിപ്പോർട്ട് പരിശോധിക്കുകയാണ്. ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച ശേഷം അക്കാര്യത്തിൽ അന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കിയത്. ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു അന്വേഷണം വേണമെന്ന ശുപാർശയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയത്. അങ്ങനെയെങ്കിൽ ആ കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും. അതായത് ADGP MR അജിത് കുമാർ അന്വേഷിച്ച റിപ്പോർട്ട് അന്വേഷിച്ച് സ്വയം വെള്ളപൂശിയ റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള റിപ്പോർട്ടിന് പകരം
ഒരു ഉന്നതതല അന്വേഷണം സർക്കാർ തയ്യാറായിരിക്കും. അങ്ങനെയെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി ആ വിഷയത്തിൽ അന്വേഷണം നടത്താനാണ് സാധ്യത. ആ കാര്യം മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചേക്കും. മറ്റൊന്ന്, ഏറ്റവും വലിയ വിവാദമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന PR ഏജൻസിയുമായി ബന്ധപ്പെട്ട വിവാദമാണ്. ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം, അതിൽ മുഖ്യമന്ത്രി പറയാത്ത ഭാഗങ്ങൾ PR ഏജൻസി നൽകി തങ്ങൾ അഭിമുഖത്തിന്റെ ഭാഗമാക്കി മാറ്റിയെന്ന് ഹിന്ദു കുറ്റസമ്മതം നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഏത് സാഹചര്യത്തിലാണ് PR ഏജൻസിയെ ഇങ്ങനെ അന്വേഷണം ഏൽപ്പിച്ചത്? നേരത്തെ സർക്കാരുമായി കരാറുള്ള PR ഏജൻസികളുണ്ട്. അത്തരത്തിലൊരു ഏജൻസിയല്ല ഈ വിഷയത്തിൽ ഇടപെട്ടത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അത്തരമൊരു ഏജൻസി വന്നു? മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ദേശീയ ദിനപത്രത്തിന്റെ അഭിമുഖത്തിൽ വന്നത്? അതിന് എന്തെങ്കിലും നിയമ നടപടി സർക്കാർ സ്വീകരിക്കുമോ? കാരണം അതൊരു അഭിമുഖത്തിൽ ഏതാനും വരി വന്നു പോയതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയമായ വലിയ ഡാമേജാണ് ഇടതുമുന്നണിക്ക് CPM-ന് അത് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. വാർത്താ സമ്മേളനം വൈകുമെന്ന പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത്. 11:30 കഴിയും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കാൻ. കാരണം മന്ത്രിസഭാ യോഗം പൂർത്തിയായിട്ടില്ല. മന്ത്രിസഭാ യോഗം തുടങ്ങാനും ഇന്ന് വൈകി. അതുകൊണ്ട് തന്നെ 11:30 ആകും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പങ്കുവയ്ക്കാറുള്ള മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതാണ്. അതായത് അരമണിക്കൂർ കൂടി വൈകും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം തുടങ്ങാൻ. രഞ്ജിത്ത്, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വൈകും 11:30 മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുക. വാർത്താ സമ്മേളനം ഇനിയും അരമണിക്കൂർ വൈകും. നേരത്തെ 11 മണിയാണ് അറിയിച്ചിരുന്നത്. അത് മാറ്റം വന്നിരിക്കുന്നു. 11:30 മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുക എന്നുള്ള അറിയിപ്പ് ഇപ്പോൾ വരികയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ എന്തൊക്കെയാണ് വാർത്താ സമ്മേളനത്തിൽ പറയുക? മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനമാണ്. നിർണായകമായുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടോ? ഇതൊക്കെ ഉത്തരമായി ലഭിക്കുമെന്ന് കരുതിയ വാർത്താ സമ്മേളനം 11:30 ആരംഭിക്കും.